എല്ലാ കൂട്ടുകാർക്കും മിസ്റ്റർ പ്രിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വൺ പീസിൻ്റെ ലേറ്റസ്റ്റ് ചാപ്റ്റർ ഇറങ്ങിയപ്പോൾ നമ്മൾ കണ്ടിട്ട് നമ്മുടെ സ്കോപ്പർ ഗബാൻ നമ്മുടെ ഗംഗു അല്ലെങ്കിൽ ഇമൂസമ്മയുടെ കയ്യിൽ നിന്ന് ഒരു സ്റ്റാബ് കിട്ടിയിട്ട് നമ്മുടെ ആ മരത്തിൻ്റെ മേലെ നിന്ന് താഴോട്ടേക്ക് വീഴുന്നുണ്ട്. അതൊരു പക്ഷേ വീണിച്ചുണ്ടാകുക നമ്മുടെ അണ്ടർവേൾഡിലേക്കായിരിക്കും. അപ്പോൾ ആ വീഴലോട് കൂടി നമ്മുടെ സ്കോപ്പർ ഗബാൻ്റെ കഥ അവസാനിച്ചു. അല്ലെങ്കിൽ സ്കോപ്പർ ഗബാൻ ഇനി സ്റ്റോറിയിൽ മെയിനായിട്ട് എന്താണ് ചെയ്യാനുള്ളത്, അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതറിയാൻ താല്പര്യമുള്ള ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ അലർട്ട് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ ചെയ്ത് നോക്കുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തുകയുള്ളൂ. എന്നാൽ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് നോക്കാം. നമുക്കറിയാം നമ്മുടെ സ്കോപ്പർ ഗബാനെ ഗംഗു ഡിഫീറ്റ് ചെയ്യുന്നത് ഹോസ്റ്റേജ് ആക്കി വെച്ചിട്ടാണ്. ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് നമ്മുടെ ഗംഗുവിന് അപ്പം നമ്മുടെ സ്കോപ്പർ ഗബാനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റിയത്. എന്നാലേ നമ്മുടെ സ്കോപ്പർ ഗബാൻ ആയിക്കോട്ടെ അവിടെ നിന്ന് താഴോട്ടേക്ക് വീഴുകയും ചെയ്തു. നമുക്കറിയാം അവിടെ നിന്ന് താഴെ വീണ എത്തുക നമ്മുടെ അണ്ടർവേൾഡിലാണ്. അണ്ടർവേൾഡിലായിക്കോട്ടെ നമ്മുടെ ലൂഫി, സോറോ, സാഞ്ചി, അതുപോലെ ലോക്കി, അതുപോലെ തന്നെ ഹജറുദ്ദീൻ, പിന്നെ കുറച്ച് ജയൻസും അവിടെ ഉണ്ട്. അതുമാത്രമല്ല നമ്മുടെ ചോപ്പർ, പിന്നെ ഒരു ഡോക്ടർ, ലേഡി ഡോക്ടർ, ഇവരൊക്കെ അവിടെ ഉണ്ട്. അതിന് ഒരു പക്ഷേ സ്കോപ്പർ ഗബാൻ പോയി വീഗ ഇവിടെ മുന്നിലായിരിക്കും, അല്ലെങ്കിൽ ഇവർ നമ്മുടെ സ്കോപ്പർ ഗബാനെ കണ്ടെത്തുമായിരിക്കും. എന്നിട്ട് നമ്മുടെ ചോപ്പറോ അല്ലെങ്കിൽ ആ ലേഡി ഡോക്ടറോ നമ്മുടെ സ്കോപ്പർ ഗബാനെ ചികിത്സിക്കുകയോ എൻ്റെ സ്കോപ്പർ ഗബാൻ നമ്മുടെ മുകളിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ലോക്കിനോടും അതുപോലെ തന്നെ ലൂഫി, സോറോ, സാഞ്ചി ഇവരോടൊക്കെ പറയുകയും ചെയ്യും. ഇത് കേട്ട് പകുതിയാകുന്നതിന് മുമ്പേ തന്നെ നമുക്കറിയാം നമ്മുടെ ലൂഫി നമ്മുടെ ബാറ്റിൽ ഫീൽഡിലേക്ക് പോയിട്ടുണ്ടാവും. നമുക്കറിയാം ലൂഫി അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. പിന്നെ നമ്മുടെ സോറോയും സാഞ്ചിയും, സോറോ നമുക്കറിയാം നമ്മുടെ ലൂഫി എന്താണ് ചെയ്യുന്നത്, അവിടത്തേക്ക് നമ്മുടെ സോറോയും പെട്ടെന്ന് തന്നെ പോകും. അതുകൊണ്ട് സോറോയും അപ്പം തന്നെ പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ സാഞ്ചി ഒരു പക്ഷേ നമ്മുടെ സ്കോപ്പർ ഗബാൻ നമ്മുടെ സാഞ്ചിനെ അവിടെ നിന്ന് പുതിയ തരം ഹാക്കിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടെക്നിക്ക് പഠിപ്പിച്ച് കൊടുക്കുകയോ ചാൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവർക്ക് അവിടെ ഫൈറ്റ് ചെയ്യുന്നത് ഏകദേശം ഇമ്മോർട്ടൽ ക്രീച്ചേഴ്സുമായിട്ടാണ്. നമുക്കറിയാം ഇപ്പോൾ ജയൻസ്, അതുപോലെ തന്നെ നമ്മുടെ ഇമൂസമ്മ, അതുപോലെ തന്നെ മറ്റുള്ള ഹോളി നൈറ്റ്സ് ആയിക്കോട്ടെ, ഇവരൊക്കെ ഇമ്മോർട്ടലാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നമ്മുടെ സ്കോപ്പർ ഗബാൻ നമ്മുടെ എന്തെങ്കിലും ഒരു സ്ട്രോ ഹാറ്റിനെങ്കിലും എങ്ങനെയാണ് ഈ ജയൻസിനെ അല്ലെങ്കിൽ ഇമ്മോർട്ടാലിറ്റി ഉള്ള ആൾക്കാരെ എങ്ങനെയാണ് ഡിഫീറ്റ് ചെയ്യുന്നതെന്ന് ഒരു പക്ഷേ നമ്മുടെ സാഞ്ചിക്ക് പറഞ്ഞു കൊടുക്കുമായിരിക്കും. ഞാൻ സാഞ്ചിനെ തന്നെ പറയാൻ കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ സ്കോപ്പർ ഗബാൻ എന്തായാലും റിക്കവർ ആകാൻ കുറച്ച് സമയം എടുക്കും. പിന്നെ മറ്റുള്ള ലൂഫി, സോറോ നമുക്കറിയാം ബാറ്റിൽ ഫീൽഡിലേക്ക് പെട്ടെന്ന് റഷ് ചെയ്ത് പോകാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നമ്മുടെ സാഞ്ചി ഇതിനെപ്പറ്റി പഠിക്കാനാണ് ചാൻസ് കൂടുതൽ. പിന്നെ നമ്മൾ ലോക്കി, നമുക്കറിയാം ലോക്കി നമ്മുടെ എൽബാഫിലെ ഒരു വില്ലനായിട്ടാണ് ഇതുവരെ കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നമ്മൾ ലോക്കി ആദ്യമൊന്നും ബാറ്റിൽ ചേരാൻ ചാൻസ് ഇല്ല. പിന്നെ എന്തായാലും നമ്മുടെ ലോക്കി ഈ ബാറ്റിലേക്ക് വരുന്നതായിരിക്കും. ഒരു പക്ഷേ നമ്മുടെ ലോക്കിക്കും നമ്മുടെ സ്കോപ്പർ ഗബാനെ പോലെ തന്നെ നമ്മുടെ ഇമ്മോർട്ടാലിറ്റി ബൈപ്പാസ് ചെയ്യാനുള്ള ഹാക്കിനെ കുറിച്ച് അറിയായിരിക്കും. ഒരു പക്ഷേ നമ്മുടെ ലോക്കിയുടെ വെപ്പൺ ഉപയോഗിച്ച് നമ്മുടെ ഇമ്മോർട്ടാലിറ്റി ബൈപ്പാസ് ചെയ്യാൻ പറ്റുമായിരിക്കും. എന്തായാലും ആ വെപ്പണ് നമ്മുടെ ഫ്യൂച്ചറിൽ നല്ല രീതിക്കുള്ള റോൾ ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. വളരെ പവർഫുൾ ആയിട്ടൊരു വെപ്പണ്. വൺ പീസിൽ അങ്ങനത്തെ ഒരു വെപ്പണ് ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ സ്കോപ്പർ ഗബാൻ നമ്മുടെ അണ്ടർവേൾഡിൽ വെച്ച് ഇപ്പം ചെയ്യാൻ ചാൻസ് ഉള്ളത്. പിന്നെ ഒരുപക്ഷെ ബാറ്റിലിൻ്റെ അവസാന ഭാഗമൊക്കെ ആകുമ്പോൾ നമ്മുടെ സ്കോപ്പർ ഗബാനും ബാറ്റിലേക്ക് തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട്. നമുക്കറിയാം നമ്മുടെ ചോപ്പർ എത്രമാത്രം എക്സ്പെർട്ടാണ് തൻ്റെ മെഡിക്കൽ സ്കിൽസിലെന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കോപ്പർ ഗബാൻ്റെ കാര്യം നമ്മുടെ ചോപ്പർ നോക്കുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഗബാൻ ഇനിയിപ്പോൾ നമ്മുടെ എൽബാഫിൽ ഇപ്പം ചെയ്യാൻ പോകുന്നതെന്ന്. കാരണം നമ്മുടെ ലൂഫിനെ അതുപോലെ തന്നെ മറ്റുള്ള ക്യാരക്ടേഴ്സിനെ ആരെങ്കിലും അറിയിക്കണം. ഒരു പക്ഷേ നമ്മുടെ സ്കോപ്പർ ഗബാൻ ആയിരിക്കും അവരെയൊക്കെ ഇത് അറിയിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മറ്റൊരു വീഡിയോ കാണുന്നതിന് ബൈ.